സർ വൈക്കത്തല്ലേ സർ ജനനം? അവിടെ പ്രതിഭാധനരായ ഒരുപാട് ആൾക്കാരുണ്ട്. എത്ര പേര്? വൈക്കം മുഹമ്മദ് ബഷീർ, ചന്ദ്രശേഖരൻ നായർ, ഇപ്പോൾ നമ്മുടെ മമ്മൂക്ക ഉൾപ്പെടെ, മമ്മൂട്ടി, വാസുദേവൻ നായർ, ഇവരെ ആരുമായിട്ടെങ്കിലും സാറിന് പേഴ്സണൽ അടുപ്പമോ ബന്ധമോ, അവരുമായിട്ട് ബന്ധപ്പെടുത്തി എന്തെങ്കിലും കഥകൾ, എന്തെങ്കിലും ഇൻസിഡൻസ്? എൻ്റെ അച്ഛൻ വൈക്കത്തിൻ്റെ ജീവിതത്തിലൊരു വലിയ പങ്ക് വഹിച്ച ആളാണ്. ശ്രീകളം ഫാക്ടറിയായിരുന്നു. ആദ്യകാലത്തെ കോൺഗ്രസ് നേതാവായിരുന്നു. നന്നേ ചെറുപ്പത്തിൽ കോൺഗ്രസ് ആയിട്ട് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടവെട്ടിയ ആ തലമുറയിൽപ്പെട്ട ഒരാളാണ്. പിന്നെ വൈക്കത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രൂപീകരണത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരു 5-6 പേരിൽ ഒരാൾ എൻ്റെ അച്ഛനാണ്. അവിടെ ആദ്യമായിട്ട് രൂപം കൊണ്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെല്ലിൻ്റെ സെക്രട്ടറി അച്ഛനായിരുന്നു. ഞാൻ വൈക്കത്ത് ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ, ആ തലമുറയുടെ മനസ്സിൽ നിൽക്കുന്നത് വിനയ വിഷയമായിട്ടൊന്നും ആയിരിക്കില്ല. CK വിശ്വനാഥൻ്റെ മകൻ എന്നുള്ളതായിരിക്കും എൻ്റെ വിലാസം. അതിൻ്റെ സ്നേഹം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഒരുപാട്. CKയുടെ മകൻ എന്നുള്ളത് അതൊരു വലിയ ബഹുമതിയാണ്. ഇപ്പോൾ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് പൊന്നും പണവും ഉണ്ടാക്കി വയ്ക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല, ഉണ്ടാക്കി വെച്ചിട്ടില്ല. എൻ്റെ അച്ഛനും അമ്മയും ഷൈലയുടെ അച്ഛനും അമ്മയും അതുപോലെ തന്നെ ഒത്തിരി സമ്പത്ത് ഉണ്ടാക്കി വെച്ചിട്ടില്ല. പക്ഷെ അവരുടെ തന്നെ സമ്പാദ്യമുണ്ട് ഞങ്ങൾക്ക്, അവരുടെ മക്കളാണെന്നുള്ളൊരു ഇത്. അത് ഹെറിറ്റേജ്. അതിന് വലിയ വില, അതിന് പണം കൊടുത്താൽ കിട്ടില്ല. ആ മൂല്യം പഠിപ്പിച്ചിട്ടുണ്ട്. പണത്തിന് വേണ്ടി എന്തും ചെയ്യാൻ പാടില്ല, പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ആർത്തികളും പരക്കം പച്ചലും അല്ല ശരി, അത് പഠിപ്പിച്ചിട്ടുണ്ട്. ജീവിക്കാനുള്ള പണം, അതല്ലാതെ പണം കുന്നുകൂട്ടലാണ് ജീവിതം, അതിനുവേണ്ടി എന്ത് വൃത്തികേടും കാണിക്കാം, ഏത് ആദർശങ്ങളെയും വിൽക്കാം, അങ്ങനെ ചിന്തിച്ചിട്ടുമില്ല, ചിന്തിക്കുകയില്ല. നിങ്ങളുടെ ചുവരയിലുണ്ടത്. സാർ ഒരു ഭയങ്കര ഒരു വലിയ പ്രകൃതി സ്നേഹിയാണ് എന്ന് കേട്ടിട്ടുണ്ട്. പ്രകൃതി സ്നേഹം എന്ന് പറയുന്നത് ഒരു ലേബലൊന്നുമല്ല, ആരെയും ബോധിപ്പിക്കാൻ വേണ്ടിയല്ല. അത് മന്ത്രിയായപ്പോൾ ഉണ്ടായതുമല്ല, നേരത്തെ മുതലുള്ളതാണ്. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ മാത്രമൊന്നുമല്ല, ഈ ഭൂമിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും നാളെയെപ്പറ്റി ചിന്തയുണ്ടെങ്കിൽ, സ്വന്തം മക്കളെപ്പറ്റി ചിന്തയുണ്ടെങ്കിൽ, ആ മക്കൾക്ക് ഇവിടെ ജീവിക്കേണ്ട ഘട്ടം വരുമ്പോഴത്തേക്കൂടെ വെള്ളം വേണം, ശുദ്ധമായ വെള്ളം വേണം, ശുദ്ധവായു വേണം, ആ ചിന്തയുണ്ടെങ്കിൽ എല്ലാവരും അങ്ങനെ വേണം. പ്രകൃതിയെ സ്നേഹിക്കണം. ശുദ്ധവെള്ളത്തിന് പകരം നമുക്ക് സ്വർണം കൊടുത്താൽ മതിയാകുമോ? തീർച്ചയായിട്ടും. ഒരുപാട് പണം കുന്നുകൂട്ടി എല്ലാം വെട്ടി വെളുപ്പിച്ച് അതൊക്കെ വിറ്റ് കാശാക്കി നിറച്ച് പണം ഉണ്ടാക്കി വെച്ചാൽ ഭാര്യയ്ക്കും മക്കൾക്കും ദാഹിക്കുമ്പോഴത്തേക്കും പണം കൊടുത്താൽ ദാഹം മാറുമോ? ശ്വാസം മുട്ടുമ്പോൾ ശ്വസിക്കാൻ വേണ്ടി പണം കൊടുത്താൽ മതിയാകുമോ? വായു വേണം അതിന്. പ്രകൃതിയെ പറ്റിയ സ്നേഹം എല്ലാവർക്കും വേണ്ടേ? തീർച്ചയായിട്ടും. അതിന് പകരം ഇതെന്തോ ഒരു ഭയങ്കര വ്യത്യസ്തമായ കാര്യമാണ്, അന്യഗ്രഹ ജീവികളാണ് ഇവരെല്ലാവരും. അല്ലല്ല, ഞങ്ങളൊക്കെ ഇവിടെ തന്നെ ജീവിക്കുന്നവരാണ്. ഞങ്ങളാരും വികസനം വേണ്ടെന്ന് പറയുന്നവരല്ല. വികസനം വരണം. വികസനം വരേണ്ടത് തലയിൽ മുണ്ടിട്ടുകൊണ്ട് പാത്തും പതുങ്ങിയുമല്ല. വികസനം വരേണ്ടത് നാളത്തേക്ക് വേണ്ടതെല്ലാം മുടിച്ചു കൊണ്ടുപോകാൻ പാടില്ല. നാളത്തേക്ക് വേണ്ടതെല്ലാം സൂക്ഷിച്ചു വെച്ചുകൊണ്ടും പ്രകൃതിയോട് കാണിക്കേണ്ട വിനയം നിറഞ്ഞ ആ ഒരു സ്നേഹം അത് പഠിപ്പിച്ചുകൊണ്ടും വികസനം വരണം. പക്ഷെ ഇന്നത്തെ വികസനത്തിൻ്റെ പോക്ക് അങ്ങനെയല്ല. സാറിൻ്റെ പ്രകൃതി സ്നേഹമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു പാട്ട്? പ്രകൃതി സ്നേഹത്തിന് പാട്ടൊന്നുമില്ല, അതൊരു വികാരമാണ്. കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ പരിസ്ഥിതിയുടെ ഒരു സാമൂഹിക ബോധം ഉണ്ടാകുന്നത് സൈലൻറ്റ് വാലി പ്രക്ഷോഭം മുതലാണ്. ആ പ്രക്ഷോഭത്തിന് മുമ്പ് ഒരു പരിസ്ഥിതി അവബോധത്തിൻ്റെ കാര്യത്തിൽ കേരളം വളരെ പിന്നിലായിരുന്നു. വികസനം എന്ന് പറഞ്ഞാൽ വലിയ ഒരു കാര്യമായിട്ട് എല്ലാവരും കണ്ടിരുന്നത്. ഇപ്പം ഞങ്ങളുടെ തന്നെ സങ്കല്പം, കമ്മ്യൂണിസ്റ്റ് സങ്കല്പത്തിൽ വികസനത്തിൻ്റെ ഒരു അടിസ്ഥാനം ഇലക്ട്രിസിറ്റിയാണ്, ഊർജ്ജമാണ്. അതുകൊണ്ട് ഊർജ്ജം ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്താലും നല്ലതാണെന്ന് ചിന്തിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലത്താണ് കേരളത്തിൽ സൈലൻറ്റ് വാലി കാടുകളെ രക്ഷിക്കാൻ വേണ്ടി ഒരു പ്രസ്ഥാനം ആരംഭിക്കുന്നത്. തുടങ്ങിയപ്പോൾ ഇത് വളരെ ചെറിയ പ്രസ്ഥാനമായിരുന്നു. സുധകുമാരി ടീച്ചറും NV കൃഷ്ണവാര്യർ സാറും ONV സാറും MK പ്രസാദ് സാറും ശർമാജി, സുരേന്ദ്രനാഥ്, അങ്ങനെ അപൂർവം പേര് അതിൻ്റെ ശരികളെന്ന് ബോധ്യപ്പെട്ടുള്ളൂ. ഒരു കമ്മ്യൂണിസ്റ്റുകാരന് പരിസ്ഥിതിയെ മറക്കാൻ പറ്റില്ല. കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിനകത്ത് ഇതുണ്ട്, പരിസ്ഥിതി കൺസെപ്റ്റുകളുണ്ട്. എംഗൽസും മാർക്സും ഒക്കെ അതിനെപ്പറ്റി കൺസേൺഡായിരുന്നു എന്നവർ പറയുമ്പം നമുക്ക് പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനായില്ലെങ്കിൽ പോലും ഈ പരിസ്ഥിതിയുടെ ശരികളെപ്പറ്റിയുള്ള ചിന്തകൾ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് രൂഢമൂലമായിട്ട് മനസ്സിൽ കിടക്കുന്ന വികസനത്തിൻ്റെ ഒരു നിർവചനങ്ങൾ അപ്പുറത്ത് മനസ്സിൽ കുറേയേറെ പിരിമുറുക്കങ്ങളും വടംവലിയും ഉണ്ടായിട്ടുണ്ട്. അതിലൂടെയാണ് ഞാൻ ഒരു പരിസ്ഥിതിവാദമാണ് ശരി, പരിസ്ഥിതിയാണ് ശരി, അത് വികസന വിരുദ്ധമല്ല, പരിസ്ഥിതിയെ മാനിക്കാത്ത വികസനം തെറ്റായ വികസനമാണ്
ഇതിലേക്കെല്ലാം ഞാൻ പിന്നെ എത്തിയെങ്കിൽ ആ എത്തിയത് ഈ വഴിക്കാണ്. അപ്പോൾ പലരും ചിന്തിക്കുന്നത് വനം മന്ത്രി ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. ഒന്നുമല്ല, വനം മന്ത്രി അതൊക്കെ പിന്നീട് എത്രയോ കഴിഞ്ഞു. അതിനു മുമ്പ് തന്നെ മനസ്സിൽ പ്രകൃതി, പരിസ്ഥിതി, കാട് അതൊക്കെ ഇല്ലെങ്കിൽ ജീവിതമില്ല, ഭാവിയില്ല എന്ന് നല്ല ബോധ്യം വന്ന ഒരു പരിസ്ഥിതിവാദിയായ കമ്മ്യൂണിസ്റ്റ് ഉണ്ടായത് ഈ സംഘർഷത്തിൽ കൂടിയാണ്. കാടിനോട് നമുക്ക് ആ സ്നേഹമുണ്ട്, അതൊരു വൈകാരികമായ ഒരു സ്നേഹമാണ്. ആ സ്നേഹം മന്ത്രി എന്നുള്ളതല്ലേ അല്ല. പലരും ധരിക്കുന്നത് പോലെ ഇയാൾ മന്ത്രിയായപ്പോഴത്തേക്ക് ഇയാൾ വനം മന്ത്രി ആയതുകൊണ്ട് ഞാൻ വേറെ ഒരു വകുപ്പിൽ മന്ത്രിയായിരുന്നെങ്കിലും ശരി, എനിക്ക് കാടിനെ പറ്റി നിലപാട് ഇതായിരിക്കും. അത് വെറും ഒരു അന്ധമായിട്ടുള്ള ഇതല്ല. കാടെന്ന് പറയുന്നത്, ഞാൻ തന്നെ ഒരു കവിത വിളിക്കാമെങ്കിൽ എഴുതിയിട്ടുണ്ട്. കല്ലല്ല മണ്ണല്ല മരമല്ല കാട്, ജലമാണ് പുഴയാണ് വിളയാണ് കാട്, എണ്ണിയാൽ തീരാത്ത ജീവൻ തുടിക്കുന്ന ഭൂമിതൻ നേരിൻ്റെ പേരാണ് കാട്. അതാണ് എൻ്റെ ഈ ഭാഗം. ഭൂമിതൻ നേരിൻ്റെ പേരാണ് കാട്. അതെൻ്റെ ബോധ്യമാണ്. അത് ഇറസ്പെക്റ്റീവ് ഓഫ് ദ പൊസിഷൻ ഏതൊരു മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന നിലപാടിൻ്റെ പ്രഖ്യാപനമാണത്. ഭൂമിതൻ നേരിൻ്റെ പേരാണ് കാട്. ആ നിലപാടുള്ള ആളായതുകൊണ്ട് തന്നെയാണ് എനിക്ക് ആദ്യം കേട്ടപ്പോൾ തന്നെ മനസ്സിൽ പതിഞ്ഞൊരു പാട്ടാണ്. അതും വയലാറിൻ്റെ പാട്ടാണ്. കാട് കറുത്ത കാട് എന്നൊരു പാട്ടുണ്ട്. കാട് കറുത്ത കാട്, മനുഷ്യനാദ്യം പിറന്ന വീട്, കൊടും കാട്ടിൽ ചിറകു വീശി തളർന്ന പൊന്മാനിരുന്ന കൂട്. കാട് കറുത്ത കാട്, മനുഷ്യനാദ്യം പിറന്ന വീട്, കൊടും കാട്ടിൽ ചിറകു വീശി തളർന്ന പൊന്മാനിരുന്ന കൂട്. എന്നും പ്രഭാതമെന്നോടു കൂടി ഇതിൽ ജനിക്കും, എന്നും ത്രിസന്ധ്യ ചിതയൊരുക്കും. എന്നും പ്രഭാതമെന്നോടു കൂടെ ഇതിൽ ജനിക്കും, എന്നും ത്രിസന്ധ്യ ചിതയൊരുക്കും. യുഗരഥമിതുവഴി കടന്നു പോകും. കാട് കറുത്ത കാട്, മനുഷ്യനാദ്യം